السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ച ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഠന വേദിയിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ നിരീക്ഷണം എന്ന പ്രധാന തലക്കെട്ടിലാണ് നമ്മുടെ ചർച്ചാ വിഷയം ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ദീർഘമായ ഒരു ഹദീസാണ്. അതിലെ പ്രമേയം നമുക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം, അതനുസരിച്ചുള്ള ഇടപാടുകളായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഇന്ന സലാസത്തം മിൻ ബനി ഇസ്രായീല അബ്റസ വ അഖറഅ വ അഅമ. ബനു ഇസ്രായേലുകാരായ 3 ആളുകളുടെ ചരിത്രമാണ് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്വഹാബത്തിന്. ഗുണപാഠമുള്ള ചരിത്രങ്ങൾ റസൂലുള്ളാഹി പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ. അവർ 3 വിഭാഗം, 3 ആളുകൾ. ഒരാള് വെള്ളപ്പാണ്ട് ബാധിച്ച രോഗിയാണ്, മറ്റൊരാള് കഷണ്ടി രോഗം ബാധിച്ച ഒരാളാണ്, മറ്റൊരാള് അന്ധനാണ്. ഈ 3 ആളുകളെ അല്ലാഹു തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഫബഅസ ഇലൈഹിം മലക്കൻ. അല്ലാഹു തആല അവരിലേക്കൊരു മാലാഖയെ പറഞ്ഞയക്കുകയാണ്, ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ഫഅതൽ അബ്റസ ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക ഖാല ലൗനുൻ ഹസനുൻ വജിൽദുൻ ഹസനുൻ ഖദ് ഖദിറനി നാസു. മലക്ക് വന്നിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മനുഷ്യരൂപത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് വേണ്ടത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, വെള്ളപ്പാണ്ടുകാരൻ്റെ അടുത്തേക്കാണ് ആദ്യം വരുന്നത്, അദ്ദേഹത്തോടെ ചോദിക്കുന്നത് എന്താണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിന്, ചർമ്മത്തിന് നല്ല നിറം, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറ് വേണം, നല്ല തൊലി, ചർമ്മം എനിക്ക് വേണം, കാരണം ജനങ്ങളൊക്കെ എന്നെ ആകെ വെറുത്തിട്ടുണ്ട്. കാല. അപ്പോൾ ബഹുമാനപ്പെട്ട ആ മലക്ക് പറഞ്ഞു, ഫമസഹഹു ഫദഹബ അൻഹു ഫഉതിയ ലൗനൻ ഹസനൻ വജിൽദൻ ഹസനൻ. ആ മലക്ക് ആ വ്യക്തിയെ ഒന്ന് ശരീരമാസകലം ഒന്ന് തടവി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വെള്ളപ്പാണ്ടൊക്കെ നീങ്ങി നല്ല ചർമ്മം, നല്ല തൊലി അദ്ദേഹത്തിന് ലഭിക്കുകയും സാധാരണ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഫഖാല അയ്യുൽ മാലി അഹബ്ബു ഇലൈക. ശേഷം ആ മലക്ക് ചോദിച്ചു, നിനക്ക് എന്ത് സമ്പത്താണ് വേണ്ടത്? ഫഖാല അൽ ഇബ്ലു ഔ ഖാല അൽ ബഖറു. എനിക്ക് നല്ല ഒട്ടകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നല്ല, പിന്നെ അവിടെ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത് എന്നുള്ളതിൽ റിപ്പോർട്ടർമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒട്ടകമാണ് എന്നാണോ അതല്ല പശു എന്നാണോ പറഞ്ഞത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അങ്ങനെ, അതിലൊരാൾ എന്താണ് ഒട്ടകം എന്നാണ് പറഞ്ഞത് എന്നാണ് പ്രബലം, ആദ്യത്തെ ആള്. രണ്ടാമത്തെ ആള് പശു പറഞ്ഞു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ പരീക്ഷണത്തെ കുറിച്ച് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരാൾ ഒട്ടകം പറഞ്ഞു,
അങ്ങനെ രണ്ടാമത്തെ ഫൗത്തിയ നാഖത്തൻ ഉഷറാ ഫഖാല യുബാറകു ലക ഫീഹ. അങ്ങനെ നല്ല മുന്തിയ ഒട്ടകത്തെ ഈ വ്യക്തിക്ക് നൽകപ്പെടുകയും മലക്ക് നല്ല രൂപത്തിൽ പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഹദീസ് കുറച്ച് ദീർഘമായതുകൊണ്ട് വേഗത്തിൽ വായിച്ചു പോകുക. അങ്ങനെ രണ്ടാമത്തെ ആളുടെ അടുത്ത് പോയി. രണ്ടാമത്തെ ആളാരാ? കഷണ്ടിക്കാരൻ. അദ്ദേഹത്തോട് മലക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നീ ഇപ്പൊ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല നല്ല മുടി വേണം തലയിൽ, എൻ്റെ ഈ കഷണ്ടി ഒന്ന് നീങ്ങിക്കിട്ടണം. ഇതാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളൊക്കെ എന്നെ വെറുത്തിട്ടുണ്ട്. അപ്പോൾ മലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തലയിൽ തടവി കൊടുത്തു. ഫദഹബ, അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ നീങ്ങി, നല്ല മുടിയൊക്കെ കിട്ടി അദ്ദേഹത്തിന്. എന്നിട്ട് മലക്ക് ചോദിക്കുന്നു, നിനക്ക് എന്ത് സമ്പത്താണ് വേണ്ടത്? ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാ? അപ്പം അദ്ദേഹം നല്ല മുന്തിയ ഇനം പശുവിനെ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅതാഹു ബഖറത്തൻ ഹാമിലൻ, ഒരു ഗർഭം ധരിച്ച നല്ല മുന്തിയ ഇനം പശുവിനെ കൊടുത്തു. ഗർഭം ധരിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നീട് അത് പ്രസവിച്ച് ധാരാളം സമ്പത്ത് ഉണ്ടാകുമല്ലോ. അങ്ങനെ മലക്ക് അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് പോകണം. മൂന്നാമത്തെ ആളാരാ? അന്ധൻ, കാഴ്ച ശക്തി ഇല്ലാത്ത ആള്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടും ഇതേ ചോദ്യം ചോദിക്കുന്നു മലക്ക്. അയ്യുൽ മാലി അഹബു അയ്യു ഷൈഇൻ അഹബു ഇലൈക, നിനക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എടുത്തേക്ക് അദ്ദേഹം പറഞ്ഞു, യർദുല്ലാഹ ഇലയ്യ ബസരി ഫഉബ്സിറു ബിഹിൻ നാസ. അല്ലാഹു തആല എനിക്ക് എൻ്റെ കാഴ്ച ശക്തി തന്നിരുന്നെങ്കിൽ എനിക്ക് ജനങ്ങളൊക്കെ കാണാമായിരുന്നല്ലോ. ഖാല ഫമസഹു ഫറദ്ദല്ലാഹു ഇലൈഹി ബസറ. ആ മലക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് തടവി കൊടുത്തു. അദ്ദേഹത്തിന് അല്ലാഹു തആല കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തോടും ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആട് വേണം, ആടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിന് നല്ല പ്രസവിക്കാനായ ഒരു ആടിനെ കൊടുക്കും. അങ്ങനെ ഈ മൂന്ന് പേർക്കും അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുത്തു. ആദ്യത്തെ ആൾക്ക് ഒട്ടകത്തിൻ്റെ മക്കളായി ഒരു മലഞ്ചര് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങൾ മേയാൻ മാത്രം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് പശുവായിരുന്നല്ലോ കൊടുത്തത്, അതിലും ബറക്കത്ത് കൊടുത്തു. ഒരു മലഞ്ചെരുവ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പശുക്കളായിരുന്നു. മറ്റൊരു മൂന്നാമത്തെ വ്യക്തിക്കും സമാനമായി അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുത്തത് കൊണ്ട് വലിയ ആട്ടിൻകൂട്ടം അദ്ദേഹത്തിന് വലിയ സമ്പത്തായി ലഭിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സമ്പത്തൊക്കെ വളരെ വ്യാപിച്ചതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം മലക്ക് അല്ലാഹു തആലയുടെ നിർദ്ദേശപ്രകാരം എവിടേക്ക് എത്തി? ഈ വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്തേക്ക് വന്നു. വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റജുലുൻ മിസ്കീനുൻ തഖത്തഅത് ബിയൽ ജിബാലു ഫി സഫരി ഫലാ ബലാഗ അൽയൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക അസ്അലുക ബില്ലദി അഅതാക അൽ-ലൗനൽ ഹസൻ വൽ ജിൽദൽ ഹസൻ വൽ മാല ബഗീറ. ഞാൻ ഒരു വഴിയൊക്കെ മുട്ടിയ ഒരു യാത്രക്കാരനാണ്. ഞാൻ വളരെ ദരിദ്രം പിടിച്ച ഒരു വ്യക്തി കൂടെയാണ്. എനിക്ക് അള്ളാഹുവും നിങ്ങളും അല്ലാതെ മറ്റൊരു രക്ഷയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല തൊലിയും നല്ല ശരീരവും നല്ല രൂപമൊക്കെ തന്ന ഒരു അള്ളാഹു ഉണ്ടല്ലോ, അദ്ദേഹത്തെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് വലിയ ഒട്ടകമാകുന്ന ഈ സമ്പത്തൊക്കെ തന്ന അള്ളാഹുവിനെ മുൻനിർത്തി എന്തെങ്കിലുമൊക്കെ തരണേ എന്ന് ആ വ്യക്തി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ യാത്ര ഒന്ന് പൂർത്തിയാക്കാൻ പറ്റുന്ന സമ്പത്തെങ്കിലും തരണം. ഫഖാല ലഹു, അപ്പോൾ അടുത്തേക്ക് ആ വ്യക്തി പറഞ്ഞു, ഇന്നൽ ഹുഖൂഖ കസീറ, എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട്. അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, ബിസിനസ് ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, എന്ത് ചെയ്യും എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ഈ വേഷം മാറി വന്ന മലക്ക് ചോദിച്ചു, എനിക്ക് എന്നെ
അറിയാലോ. അലം തകുൻ അബ്റസ യഖ്ദറുകന്നാസു ഫഖീറൻ ഫഅതാകല്ലാഹ്. നീ ജനങ്ങളൊക്കെ വെറുത്തിരുന്ന ആ വ്യക്തി ആയിരുന്നില്ലേ, പിന്നെ അല്ലാഹു തആല നിനക്ക് പെട്ടെന്ന് വലിയ ബർക്കത്ത് തന്നു, നിന്റെ രോഗം മാറ്റി തന്നു, സമ്പത്ത് തന്നപ്പോ നീ വലിയ സമ്പന്നനായതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ഇതൊക്കെ എൻ്റെ പൂർവ്വപിതാക്കൾ വഴി എനിക്ക് അനന്തരം ലഭിച്ചതാണ്. അപ്പോ ആ വ്യക്തി പറഞ്ഞു, ഇൻ കുൻത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത. നീ കളവ് പറയുകയാണെങ്കിൽ അല്ലാഹു തആല നിന്നെ പഴയ പടിയിലേക്ക് തന്നെ ആക്കട്ടെ. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയുടെ, അത് പറഞ്ഞ ആ മലക്ക് രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്ത് പോയി, നമ്മുടെ കഷണ്ടിക്കാരൻ്റെ അടുത്ത് ഇതേ ചോദ്യം, ഇതുപോലെ സമാനമായ അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്ത്, പിന്നെ ഞാൻ യാത്രക്കാരനാണ്, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സമാനമായ മറുപടി അദ്ദേഹം പറഞ്ഞു. എനിക്ക് സമ്പത്തൊന്നുമില്ല, അല്ലെങ്കിൽ കുറെ ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ യാത്രക്കാരൻ പറഞ്ഞു, എനിക്ക് എന്നെ അറിയാലോ, നീ കഷണ്ടിക്കാരനൊക്കെ ആയിരുന്നു, എനിക്കൊരു സമ്പത്ത് ഫക്കീറായിരുന്നല്ലോ, അല്ലാഹു തആല പെട്ടെന്ന് വലിയ ബർക്കത്ത് ചെയ്തുകൊണ്ടല്ലേ എനിക്ക് ഈ കാണുന്ന പശുക്കളൊക്കെ കിട്ടിയത്, സമ്പത്ത് കിട്ടിയത്, അതിൽ നിന്നൊരു സഹായം തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അല്ല, ഇതൊക്കെ എൻ്റെ അനന്തര സ്വത്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെയും മറുപടി. അങ്ങനെ മൂന്നാമത് വ്യക്തി, അതാരാ, അന്ധനായിരുന്ന വ്യക്തി ഉണ്ടായിരുന്നല്ലോ, പിന്നീട് അല്ലാഹു തആല വലിയ ആടിനെ കൊടുത്ത വ്യക്തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. പിന്നെ ഈ മലക്ക് വന്ന് സമാനമായി ചോദിക്കുന്നു, ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് ഇനി ഒരു വഴിയില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം, അല്ലാഹു തആല നിനക്ക് വലിയ സമ്പത്ത് തന്നല്ലോ, അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഈ അന്ധൻ പറഞ്ഞു, ഫഖുദ് മാ ശിഅ്ത. അതെ, ഞാൻ ഒരു അന്ധനായിരുന്നു, അങ്ങനെ പെട്ടെന്ന് എനിക്ക് അല്ലാഹു തആല കാഴ്ചശക്തി തിരിച്ചു തന്നു, സമ്പത്ത് തന്നു, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് ഈ സമ്പത്തൊക്കെ എനിക്കുണ്ട്, നിനക്ക് എന്താണോ ആവശ്യം അതൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഫവല്ലാഹി ലാ അജ്ഹദുക അൽയൗമ ബിശൈഇൻ അഖദ്തഹു ലില്ലാഹ്. ഞാൻ അള്ളാഹുവിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ നിനക്ക് എടുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് ഈ വന്ന ആഗതനോട് പറഞ്ഞപ്പോൾ ആ ആഗതൻ പറഞ്ഞു, ഫഖാല അംസിക് മാലക ഫഇന്ന മുബ്തിലിതും. നീ നിന്റെ സമ്പത്ത് എടുത്തോളൂ, എനിക്ക് നിന്റെ സമ്പത്ത് ആവശ്യമില്ല. ഫഇന്ന മുബ്തിലിതും, നിങ്ങൾ ഇവിടെ പരീക്ഷണത്തിന് വിധേയരായതാണ്. അല്ലാഹു തആല നിങ്ങളെ 3 പേരെയും വലിയ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിച്ചതാണ്. ഫഖദ് റളിയല്ലാഹു അൻക, അള്ളാഹു നിന്നെ ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു, അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഖിത അലാ സാഹിബൈക, വലിയ സമ്പത്തും വലിയ അനുഗ്രഹങ്ങൾ തന്നിട്ടും ആ അനുഗ്രഹങ്ങളൊക്കെ, ആ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ച് ഒരു ചെറിയ സഹായം പോലും കൊടുക്കാത്ത മറ്റ് 2 പേരെയും അല്ലാഹു തആല അവരോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് സംഭവം. ബനു ഇസ്രായേലിൽ നടന്ന ഒരു സംഭവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് വിവരിച്ചു കൊടുത്തതാണ്. എന്താണ് ഇതിലെ ഗുണപാഠം? എന്താണ് ഇതിലെ പാഠം? നമ്മൾ അല്ലാഹു തആല സമ്പത്ത് തരുന്ന, സന്തോഷം തരുന്ന വേളകളിൽ അള്ളാഹുവിനെ മറക്കരുത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വന്ന വഴികൾ മറക്കരുത് എന്ന് പലപ്പോഴും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. നമ്മൾ നന്ദിയുള്ളവരാകണം. നമ്മളൊക്കെ പറയാറില്ല, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് നമ്മളൊന്നും ഓർമ്മയില്ല എന്ന് പറയാറുണ്ട്. പലപ്പോഴും സാധാരണഗതിയിൽ മനുഷ്യരൊക്കെ പറയുന്നൊരു വാക്കാണ്. സമാനമായി തന്നെയാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുടെ ഒരു വാല്യൂ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതിന് തുല്യമായത് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമുക്ക് അതിന് തുല്യമായി നന്ദി ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എന്തേ വഴിയുള്ളൂ? നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അവനെ കൊണ്ട് കഴിയുന്നത് മാത്രമേ അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കാം. എല്ലാ സമയത്തും എന്നെ അവൻ കാണുന്നുണ്ട്, അവനാണിതൊക്കെ എന്നിൽ സംവിധാനിച്ചത്, എനിക്ക് മക്കളെ തന്നത്,
എനിക്ക് ആരോഗ്യം തന്നത്, സമ്പത്ത് തന്നത്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സമ്പത്ത് എന്നിൽ നിന്ന് തിരിച്ചെടുത്തത്, എന്നെ പരീക്ഷിച്ചത് അവനാണ് എന്ന ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹു താല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവനിഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.